നമസ്കാരം. പോലീസ് ക്ലബിൽ കയറി പോലീസ് അല്ലാത്ത ഒരാള് ഒരു പ്രതിയെ തല്ലിയാലുള്ള വകുപ്പ് എന്താണെന്ന് നിനക്കറിയാടാ? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിള്ളേച്ച തന്നെ ഞാൻ തല്ലിയത്. റാസ്കൽ, ജഗനങ്ങൾ എവിടെ? ആര്? ജഗന്നാഥൻ. ഓ, ജഗന്നാഥൻ. എവിടെ? അമ്മയുടെ കാമുകൻ. പറടോ. ഇല്ലടാ, ഞാൻ പറയില്ല. ഈ പോലീസിന്റെയും പട്ടാളത്തിന്റെയും മുന്നിൽ നെഞ്ച് വിരിച്ചു നിൽക്കുന്ന ഈ അനന്തപിള്ളയെ നീ തല്ലി തോപ്പിക്കാൻ നോക്കുന്നോടാ? ഇല്ല, ഈ അനന്തപിള്ള പറയില്ല. അകത്തായാലും പുറത്തായാലും ഈ അനന്തപിള്ളയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: പ്രതാപവർമ്മയുടെ കുടുംബം കുളം തോണ്ടുക എന്നുള്ള ലക്ഷ്യം. വേണ്ട രാജു, വേണ്ട. അയാളെ ഇനിയും തല്ലി കൈ വൃത്തിയേടാക്കണ്ട. ജഗന്നാഥൻ എന്ന് പറയുന്ന ഒരുത്തനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അവനെ ഞാൻ എൻ്റെ ഒരു ശിങ്കിടിയെ ഏൽപ്പിച്ചവൻ ഇപ്പോ അവനെ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. ഏൽപ്പിച്ചവന്റെ പേര് പറ. ഓ, അത് പറയാം. അവന്റെ പേര് പരേതാത്മാവ്. ഋതുവാ. രാജു, എന്താ ആലോചിക്കുന്നത്? ആനന്ദന്റെ നവീന്ന് ഒന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട. അയാളെ കൊന്നാലും അയാള് സത്യമൊന്നും പറയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും രാജു? ആ, മറ്റൊരു വഴിയുണ്ട്. എന്ത് വഴി? അതായത് അനന്തം പിള്ളയ്ക്ക് 2 മനസാക്ഷി സൂക്ഷിപ്പുകാർ കൂട്ടിനുണ്ടായിരുന്നു. 2 ഗജ ഫ്രോഡുകളാ. ഒന്നെന്റെ അളിയൻ തന്നെയാ, ജയൻ. ജേട്ടൻ അത്രയും വലിയ ഫ്രോഡൊന്നുമല്ല. പക്ഷെ തരികിടയാ. അളിയനെ കൂടാതെ ഒരു പൊടിയാടി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ പൊടിയാടി ഇപ്പൊ അകത്തായി പോയി. ഈ ജേട്ടന് ജഗനങ്ങളുടെ കാര്യമൊക്കെ അറിയാൻ പറ്റുമോ? അറിയാമോന്ന് ചോദിച്ചാ, ഈ പിള്ളേച്ചന്റെ പുറകെ നടക്കുന്നതല്ലേ. എല്ലാം വളഞ്ഞവന്മാരല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാതിരിക്കൂ. എന്നാ പിന്നെ നമുക്ക് ജേട്ടനോട് ചോദിച്ചൂടെ? ഞാൻ ചോദിച്ച ചേട്ടൻ പറയാതിരിക്കില്ല. ക്യാഷിനോടാണല്ലോ മോഹം. നമുക്കേ കുറച്ച് ക്യാഷ് കൊടുക്കാം. എന്റെ ഋതു, അതിന് അളിയൻ എവിടാണെന്ന് വെച്ച് കണ്ടുപിടിക്കും. അയാള് മുങ്ങിയിരിക്കുമല്ലേ. പിന്നെ എന്ത് ചെയ്യും രാജു? ജഗനങ്ങളെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇത് വണ്ടി കയറ്.